ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സാരി നോക്കുന്നവർക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളക്ഷൻ, അതും ഹാൻഡ്ലൂമിൽ ചെയ്തെടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിത് കാണിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രൈഡ്സിന് ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന എൻഗേജ്മെൻറ്റ് സാരി ആയിട്ടോ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒക്കേഷൻസിന് അവർക്ക് സിമ്പിളായിട്ട് നിൽക്കാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ഒരു സാരി. ഡയമണ്ട് ജ്വല്ലറീസിൻ്റെ കൂടെയും അതുപോലെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള ചെട്ടിനാടിൻ്റെ ആൻറ്റിക് ടച്ച് വന്നിട്ടുള്ള ജ്വല്ലറീസിൻ്റെ ഒക്കെ കൂടെ പെയർ ചെയ്യാൻ നല്ലൊരു ഓപ്ഷനാണ്. നമുക്കിന്ന് ഈ ഫുള്ള് സാരി ഒന്ന് ഓപ്പൺ ചെയ്ത് കാണാം. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ആ സാരിയുടെ ഭംഗി നന്നായിട്ട് അറിയായിരിക്കും. കാരണം ആ ഒരു ജാൽ പാറ്റേൺസ് ത്രൂ ഔട്ട് ദി സാരിയിൽ മുകളിലോട്ട് പോകുന്ന രീതിയിലാണ് വന്നേക്കുന്നത്. എന്നാൽ ബോർഡേഴ്സ് വന്നേക്കുന്നത് ജോമെട്രിക്കൽ പാറ്റേണിലും. അപ്പർ പോർഷനിലെ ബോർഡർ ചെറിയ ബോർഡറും ലോവറിലെ ബോർഡർ ഇച്ചിരി കൂടെ വലിയ ബോർഡറുമായിട്ടാണ് വീവ് ചെയ്ത് വന്നിരിക്കുന്നത് കേട്ടോ. ഇതെല്ലാം നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സാരീസിൽ നിന്ന് കോമ്പിനേഷൻസ് പറഞ്ഞു കൊടുത്ത് അതിൻ്റെ ഇന്ന ബോർഡേഴ്സ് വേണം, ഇന്ന ബൂട്ടാസ് വേണമെന്ന് പറഞ്ഞു കൊടുത്ത് ചെയ്ത് വന്നിരിക്കുന്ന സാരി. ലോവർ പോർഷനിൽ കണ്ടോ, ഇത് പല്ലുവിൻ്റെ ഏരിയ ആണ്. നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ചക്രം പാറ്റേൺ, ബനാറസിൻ്റേതായ ജാൽ ഡിസൈൻസ്, ആ ജാൽ ഡിസൈൻസിന് തന്നെ കോമ്പിനേഷൻസും ഉണ്ട്. ആൻഡ് ബോഡിയിൽ ഫുള്ളായിട്ട് കുഞ്ഞ് സ്റ്റാർ പാറ്റേണിലുള്ള വീവിങ് ഡിസൈൻസ്. ഇതാണ് എൻ്റെ പല്ലുവിൻ്റെ പോർഷൻ ഫുള്ളായിട്ട് വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ബ്ലൗസ് പീസ് കാണിച്ചു തരാം. ബ്ലൗസ് പീസ് വന്നേക്കുന്നതും അതേപോലെ തന്നെ ഡയഗണൽ ആയിട്ടുള്ള ജക്കാർഡ് വീവിങ് പാറ്റേണോട് കൂടി വന്നേക്കുന്നതാണ് എൻ്റെ ബ്ലൗസ് പീസ് വന്നേക്കുന്നത്. ഈ ഒരു ബ്ലൗസ് പീസൊക്കെ ഉണ്ടല്ലോ ഫ്യൂസിങ് ഇട്ട് വേണം നമ്മൾ ഉറപ്പായിട്ടും സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഫ്യൂസിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്യുവർ ജെറി ആയത് കാരണം തന്നെ വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് ഇത് കണ്ടോ, ഇതാണ് എൻ്റെ കറക്റ്റ് കളർ. പേർപ്പിളും ബ്ലൂവും കൂടെ കോമ്പിനേഷൻ ചെയ്തിട്ട് നല്ലൊരു ഡാർക്ക് പേർപ്പിൾ ഷെയ്ഡിലാണ് എൻ്റെ കളർ വന്നിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഫുൾ സാരി ഓപ്പൺ ചെയ്ത് ഫോട്ടോസിലൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ മെയിനായിട്ടൊരു നേവി ബ്ലൂ ടിൻറ്റിലായിരിക്കും ആ സാരി വന്നിരിക്കുന്നത്. എന്നാലും അതിനകത്ത് ആ ഒരു പേർപ്പിളിഷ് ടിൻറ്റ് വരുന്നുണ്ട്. അപ്പം ഈ ഒരു ബ്യൂട്ടിഫുൾ സാരി പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് 17,499 പ്രൈസ് റേഞ്ചിലാണ് ഡയറക്റ്റ് ഫ്രം വീവേഴ്സ് നമ്മളിത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ബ്രൈഡ്സിനൊക്കെ അതുപോലെ തന്നെ ഫങ്ഷൻസ് വരുന്നുണ്ടെങ്കിൽ കസിൻസിനും, അതായത് ഇപ്പം അമ്മായിമാർക്കൊക്കെ മോളുടെ കല്യാണത്തിനൊക്കെ കൊടുക്കാനായിട്ട് ഒരു ഡിഫറെൻറ്റ് സാരി നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. ഒത്തിരി ഫ്ലാഷി ആയിട്ട് നിൽക്കുന്ന ലുക്കല്ല, ഡയമണ്ട് സെറ്റ്സിൻ്റെ കൂടെയും ലോക്കറ്റ്സിൻ്റെ കൂടെയൊക്കെ നല്ല ഭംഗിയായിട്ട് പോകുന്നൊരു സാരിയാണ്. പ്യുവർ കാഞ്ചീപുരം സാരിയാണ്, ഹാൻഡ്ലൂം സാരിയാണ്. ഹാൻഡ്ലൂം സാരീസ് നമുക്കറിയാം, ഇപ്പോൾ ഉൾവശത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വീവിങ് ജോയിൻറ്റ് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇതുണ്ടോ, വീവിങ് ജോയിൻറ്റ് ഇവിടെ കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇതാണ് എൻ്റെ സാരിയുടെ ലുക്ക് വന്നിരിക്കുന്നത്. അപ്പം ഇതുപോലത്തെ യുണീക്കായിട്ടുള്ള സാരീസ് നിങ്ങളുടെ വാർഡ്രോബിലേക്ക് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പർച്ചേസ് ചെയ്യേണ്ടത് നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക് ത്രൂ ആണ്. www.aham.store എന്നാണ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് വരുന്നത്. നിങ്ങൾക്ക് ഇതുപോലത്തെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് സാരീസ് ഇനി വരുന്ന ഫംഗ്ഷൻസിനെയൊക്കെ കണ്ട് നോക്കി വെക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചെല്ലുമ്പം ഇന്ന ലുക്സ് നോക്കണം എന്നൊക്കെ ഐഡിയാസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ 2 പേജസ് ഉണ്ട്. അഹം കാഞ്ചീപുരം സാരീസ് എന്നുള്ള പേജും അതുപോലെ തന്നെ ലൂംസ് ഓഫ് ലക്ഷറി എന്ന പേജും ഉറപ്പായിട്ടും ലൈക്കും ഷെയറും ചെയ്തേക്കുക. അങ്ങനെയാണെങ്കിൽ എല്ലാ വിധത്തിലുള്ള സാരീസിൽ വരുന്ന, അതായത് ഇന്ത്യൻ സാരി, ഇന്ത്യൻ വീവിങ്ങിൽ വന്നിരിക്കുന്ന എല്ലാ ടൈപ്പ് ഓഫ് സാരീസിൻ്റെ ഹാൻഡ്ലൂമിൻ്റെയും പ്യുവർ സിൽക്സിൽ പവർലൂമിൽ വരുന്നതായിട്ടുള്ള യുണീക്ക് സാരീസിൻ്റെ കളക്ഷൻ ആയിരിക്കും നമ്മൾ അതിനകത്ത് പോർട്രേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കത് കാണുകയും ഇത് ചെയ്ത് വെക്കുകയും ചെയ്യാം കേട്ടോ. സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോറിൽ വന്നു കഴിയുമ്പോൾ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നില്ലെങ്കിൽ നമുക്കത് നമ്മുടെ ഇതെല്ലാം നമ്മൾ കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള വീവേഴ്സ് ആയത് കാരണം തന്നെ ഇപ്പോൾ ടൈം ഫ്രെയിം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ കളർ സാരി, ഇപ്പോൾ ഈ ഒരു സാരി എനിക്ക് റെഡിൽ വേണം അല്ലെങ്കിൽ ഓറഞ്ചിൽ വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാനായിട്ട് അതിനൊക്കെ ഒരു 45 to 60 ഡേയ്സ് ടൈം ഫ്രെയിമും വേണം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ പല്ലു നമ്മൾ ഓൾറെഡി കണ്ടിരുന്ന പല്ലു തന്നെയാണ്, നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഡിസൈൻ പാറ്റേൺ ആണ്. ത്രൂ ഔട്ട് ദ സാരി ഇതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക ആൻഡ് ഫീഡ്ബാക്ക് അറിയിക്കുക. വീണ്ടും കാണാം അടുത്തൊരു കളക്ഷനായിട്ട്.